നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിൻ്റെ പ്രതീക്ഷിത ചോദ്യങ്ങളാണ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം 1929. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം 1929. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അതും 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനവും 1929 ലാഹോർ സമ്മേളനമാണ്. ഏത് ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഏത് ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈ. ഏത് ദൗത്യത്തെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്? ക്രിപ്സ് ദൗത്യത്തെയാണ്. ഏത് ദൗത്യത്തെയാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്? ക്രിപ്സ് ദൗത്യം. ഇന്ത്യൻ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉർവശി ഫൂട്ടാലിയ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചതാരാണ്? ഉർവശി ഫൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? ആക്സിം 4. ആക്സിം 4 ആണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോടി ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോടു കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ തമ്മിൽ ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ ദൗത്യം ഏതാണ്? സ്പേഡെക്സ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ തമ്മിൽ ഭ്രമണപഥത്തിൽ വെച്ച് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ ദൗത്യം ഏതാണ്? സ്പേഡെക്സ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ. ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി, ഗോദാവരി, ഡെൽറ്റ. ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി, ഗോദാവരി, ഡെൽറ്റ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പദ്ധതി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 10ാം പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകം. കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകൻ ആരാണ്? എം.എൻ. റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകനാണ് എം.എൻ. റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായിട്ടാണ് മാറിയത്? ആമുഖം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായാണ് മാറിയത്? ആമുഖം. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമം ലക്ഷ്യമിടുന്നതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമം ലക്ഷ്യമിടുന്നതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാനായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യരിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. മനുഷ്യരിൽ രക്തം കട്ട പിടിക്കാൻ വിറ്റാമിൻ കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം.
ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് വിസരണം. ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? വിസരണം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന നാട്ടുരാജ്യമായ അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന നാട്ടുരാജ്യമായ അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹകരണ സമരം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെൻറ്റ്. ഒരു വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാത്മാ അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെ? ആലുവയിലാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ആലുവ. ബന്ധു ക്ലിനിക്ക് പദ്ധതി ഏത് വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്? അതിഥി തൊഴിലാളികളെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ബന്ധു ക്ലിനിക്ക് പദ്ധതി ഏത് വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്? അതിഥി തൊഴിലാളികൾ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? 742 സസ്യങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? 742 സസ്യങ്ങൾ. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏതു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണ്. താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ആരവല്ലി നിരയാണ്. താർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിന് കാരണമായ പർവ്വതനിര ആരവല്ലി നിര. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? നെല്ല്. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? നെല്ല്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട്. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാട്.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാട്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഡയഫ്രം. മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഡയഫ്രം. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ആരുടെ വാക്കുകളാണ്? മസനോബു ഫുക്കുവോക്ക. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ആരുടെ വാക്കുകളാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 20.9%. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 20.9%. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റമിൻ സി. ഏത് വിറ്റമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ സി. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കുടനാണ്. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആദ്യ ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാര്? ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാരാണ്? CP രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാരാണ്? CP രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM മണിക്കറാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ്? കഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കപ്പെട്ടത് ആര്? ദാദാഭായ് നവറോജി. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിലെ സ്ത്രീകളെയും മുനിമാരെയും പ്രതിദാനം ചെയ്യുന്ന വേഷം ഏതാണ്? മിനുക്ക്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിദാനം ചെയ്യുന്ന വേഷം ഏതാണ്? മിനുക്ക്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? 44 ഭരണഘടനാ ഭേദഗതി. 78 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? 44 ഭരണഘടനാ ഭേദഗതി. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാവും. പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേത് എന്ന പോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ഗാന്ധിജിയുടെയാണ്. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റേത് എന്ന പോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനാരാണ്? ഡോക്ടർ KN രാജ്. അട്ടർലി ബട്ടർലി ഡിലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച് റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൂലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനം. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി.
ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? പുനലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? പുനലൂര്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. O രക്തഗ്രൂപ്പാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O രക്തഗ്രൂപ്പാണ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശിയാണ് ഡയഫ്രം. പേശീഭിത്തിയാണ് ഡയഫ്രം. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ഡയഫ്രം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതല്ല? ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബിയും സിയും. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകമാണ് ഇരുമ്പ്. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകം എന്താണ്? ഇരുമ്പ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനം ഏതാണ്? അനോഫിലസ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനം ഏതാണ്? അനോഫിലസ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏതാണ്? അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമായതാണ് അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം പദ്ധതി എന്ത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കേരള സർക്കാർ തുടക്കം കുറിച്ച അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. ഹൈക്കോടതികളുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 226. ഹൈക്കോടതികളുടെ റിട്ട് അധികാരവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 226. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോനാണ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോൻ. റെറ്റിനാൾ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള ഒരു പദാർത്ഥമാണ് ജലം. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏതാണ്? ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? അൾട്രാവയലറ്റ് മേഖല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? അൾട്രാവയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് അരീനിയസ്. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനായ അരീനിയസ് ആണ്. അരീനിയസ്. കാർബണിന്റെ രൂപാന്തരങ്ങളിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത്? ഗ്രാഫൈറ്റ്. കാർബണിന്റെ രൂപാന്തരങ്ങളിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതാണ്? ഗ്രാഫൈറ്റ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? 2ാം വട്ടമേശ സമ്മേളനമാണ്. ഏത് രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ? ജപ്പാനാണ്. ഏത് രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ? ജപ്പാൻ. 1857 കലാപത്തിന് ആറയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിന് ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പി. അറബിക്ക എന്ന മുന്തിയ ഇനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏതാണ്? ഡാവോസ് ആണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഡാവോസ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങളുണ്ടായിരുന്നു? 17.
ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന 3 ഇനം നീതികളായ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നിവ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 ഇനം നീതികളായ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നിവ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആസാം. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കും? കടൽ കാറ്റ്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കുന്നു? കടൽ കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലീശ്വറിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? അറ്റോൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തുടങ്ങിയ മേഖലയാണ് ഫാബർ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തു ഇടുങ്ങിയ മേഖലയാണ് ഫാബർ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് 1998 ഏപ്രിൽ 12. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമാകുന്നത് 1998 ഏപ്രിൽ 12. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ഭരണഘടന ഏത് വകുപ്പ് അനുസരിച്ചാണ്? ആർട്ടിക്കിൾ 324 ആണ്. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്നത് ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? ആർട്ടിക്കിൾ 324. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്ത. G20 ഉച്ചകോടി 2025 വേദി ദക്ഷിണാഫ്രിക്ക, 2026 വേദി USA, 2027 വേദി UK. G20 ഉച്ചകോടി 2025 വേദി ദക്ഷിണാഫ്രിക്ക, 2026 USA, 2027 UK.